കർഷകരെ മാനിക്കാം, കൃഷിയെ പിന്തുണയ്ക്കാം. നമ്മൾ ദിവസവും കഴിക്കുന്ന അന്നം, അതിൻ്റെ പിന്നിൽ എത്ര പരിശ്രമമുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നെൽകൃഷിയുടെ മുഴുവൻ യാത്രയാണ്. വിത്ത് മുതൽ കൊയ്ത്ത് വരെയുള്ള മനോഹരമായ ഒരു കാഴ്ച. എല്ലാ കൃഷിക്കും തുടക്കം നല്ല വിത്തിൽ നിന്നാണ്. നല്ല ഗുണമേന്മയുള്ള നെൽവിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. അവയെ വെള്ളത്തിൽ മുക്കി മുളപ്പിക്കാൻ തയ്യാറാക്കുന്നു. ഇതാണ് ഒരു നല്ല വിളവിൻ്റെ ആദ്യ പടി. നവംബർ മാസത്തിൽ ഒരു പുലർക്കാലത്തിലാണ് കേട്ടോ വിത്ത് വിതയ്ക്കുന്നത്. വിത്ത് വിതയ്ക്കാനായിട്ട് അച്ഛൻ വള്ളത്തിൽ വിത്തുകളുമായി പോവുകയാണ്. വിത്ത് വിതയെന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് വിതയ്ക്കുന്നതിനൊക്കെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിക്ക് വേണം വിത്ത് വിതയ്ക്കാൻ. തയ്യാറാക്കിയ നെൽവിത്തുകൾ വയലിൽ വിതറുന്നു. ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ മുളച്ച് പച്ചയായി മാറും. ഈ വിത്ത് വിതയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അത് നമ്മുടെ കൊക്കുകളുടെ കാഴ്ചയാണ്. അവ കണ്ടത്തിൽ നിരനിരയായി വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വിത്ത് വിതയ്ക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട് കേട്ടോ. എന്താണെന്നോ, വിത്ത് വിതയ്ക്കുന്ന ടൈമിൽ തന്നെ ഒട്ടനവധി കൊക്കുകൾ വന്നിരിക്കാറുണ്ട്. എന്തിനാണെന്നറിയുമോ? വിത്ത് തിന്നാൻ മാത്രമല്ല കേട്ടോ, കുഞ്ഞി ജീവികളെയും കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അത് പ്രകൃതിയുടെ ഒരു ഭംഗിയാണ്. ആ കാഴ്ച കണ്ടിരിക്കുക എന്ന് പറയുന്നതിനൊരു പ്രത്യേക ഭംഗിയാണ്. വിത്ത് തിന്നാനും ചെറിയ ജീവികളെ കഴിക്കാൻ വേണ്ടിയും കൊക്കുകൾ പറക്കുന്ന കണ്ടോ? ആ കാഴ്ച കാണാൻ എത്ര മനോഹരമാണല്ലേ. അതുപോലെ തന്നെ രാവിലെ തന്നെ മീൻ പിടിക്കാൻ ചേട്ടന്മാരും എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ മീൻ പിടിച്ച് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടാണേ. നമ്മുടെ നടിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാറൊക്കെ വന്ന ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ മനോഹരമായ കാഴ്ച ഞങ്ങളുടെ മിക്ക വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോസിലും കണ്ടിട്ടുണ്ട്. നെൽക്കതിര് വരുമ്പോൾ നമ്മുടെ കൃഷിക്കാരെല്ലാം മനസ്സിൽ ഒരു ഭയങ്കര സന്തോഷമാണ്. ആ പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പച്ചപ്പാണ് കേട്ടോ. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വയൽ പച്ചപ്പിൽ നിന്ന് പതിയെ പൊൻനിറത്തിലേക്ക് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇത് കർഷകൻ്റെ സന്തോഷ നിമിഷങ്ങളാണ്. അവൻ കാത്തിരുന്ന സമയം. വയൽ മുഴുവൻ കാറ്റിൽ തലോടുന്ന നെൽപ്പാടം ഒരു ജീവിക്കുന്ന ചിത്രം പോലെ നമുക്ക് തോന്നും. നാളുകളായുള്ള കഷ്ടപ്പാടിൻ്റെ ഫലം ഇപ്പോൾ വിളവായി കൈവരുന്നു. അവസാനം കൊയ്ത്ത് സമയം എത്തുന്നു. ഒരു കർഷകൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നിമിഷമാണ് കേട്ടോ ഇത്. ഒരു ചെറിയ ധാന്യത്തിൻ്റെ പിന്നിൽ എത്രയോ ദിവസങ്ങളുടെയും രാത്രികളുടെയും പരിശ്രമമുണ്ട്. ചൂടും മഴയും കാറ്റും എല്ലാം സഹിച്ച് കർഷകൻ നമുക്ക് വേണ്ടി അന്നമുണ്ടാക്കുന്നു. ഇപ്പോൾ പഴയ രീതിയിൽ നിന്നൊക്കെ മാറി കേട്ടോ. ആധുനിക മെഷീനുകൾ ഉപയോഗിച്ചാണ് നെല്ല് കൊയ്യുന്നത്. ഈ മെഷീൻ വളരെ വേഗത്തിൽ വയലിലെ നെല്ല് മുറിച്ച് ശേഖരിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർഷകൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് മണിക്കൂറുകൾ കൊണ്ട് കൊയ്ത്ത് കർഷകനെ ടെൻഷൻ ഫ്രീ ആക്കാൻ സാധിക്കുന്നത് ഈ മെഷീൻ ഉള്ളതുകൊണ്ടൊന്ന് മാത്രമാണ്. ഒരു വശത്ത് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു വശത്ത് വയൽ ശൂന്യമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വയൽ മുഴുവൻ പൊന്നുപോലെ നിറഞ്ഞിരുന്ന നെൽ ഇപ്പോൾ വിളയായി മാറുകയാണ്. ഒരു യന്ത്രത്തിൻ്റെ ജോലി മാത്രമല്ല, കർഷകൻ്റെ പരിശ്രമത്തിന് ലഭിക്കുന്ന ഫലം കൂടിയാണിത്. അങ്ങനെ മെഷീൻ കൊയ്ത്ത് തുടങ്ങിയിരിക്കുകയാണ്. മെഷീനല്ല, ഒരു കർഷകൻ്റെ കഷ്ടപ്പാടിൻ്റെ പുതിയ സാങ്കേതിക സഹായമാണ് കേട്ടോ ഈ മെഷീൻ.
മെഷീൻ കൊയ്യുന്ന നെല്ല് നമ്മുടെ പാടത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു കളവുണ്ട്. അവിടെ നമ്മൾ പടുതയെല്ലാം വിരിച്ച് സെറ്റ് ചെയ്തിരിക്കും. മെഷീനകത്ത് നിറഞ്ഞ നെല്ല് അവിടെ കൊണ്ടുവന്ന് ഇടുന്നതായിരിക്കും. അതിനുശേഷമുള്ള കർഷകൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ കളത്തിൽ നിന്നുമാണ്. അവിടെ നിന്നാണ് പിന്നെ നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള യാത്രയാണ് നെല്ല്. കൊയ്ത്തിന് ശേഷം നെല്ല് കയറ്റി യാത്ര ആരംഭിക്കുന്നു വയലിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കൊയ്യപ്പെട്ട നെല്ല് ചാക്കുകളിലാക്കി വാഹനങ്ങളിലേക്ക് കയറ്റുന്നതൊക്കെ ഒരു കാഴ്ചയുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ. കൊയ്യപ്പെട്ട നെല്ലുകളെല്ലാം ചാക്കിലാക്കി അത് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് വള്ളത്തിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ കയറ്റി മാർക്കറ്റുകളിലേക്കും മില്ലുകളിലേക്കൊക്കെ യാത്ര തിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ കാഴ്ചയെന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടുന്ന് ചാക്കുകളിലാക്കി അത് ചുമട്ട് തൊഴിലാളികൾ എല്ലാവരും കൂടി അത് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വാഴത്തോട്ടമാണ് കേട്ടോ. നമ്മുടെ ചിറയെന്ന് പറയും. അതായത് കണ്ടത്തോട് ചേർന്നുള്ള കുറച്ച് ചിറയുണ്ട് നമുക്ക്. അവിടെ വാഴയും പയറും വെണ്ടയും ഒക്കെ പച്ചക്കറി അച്ഛൻ കൊണ്ട് നടാറുണ്ട്. അതിലൊക്കെ കായും വന്നിട്ടുണ്ട് കേട്ടോ. മെഷീൻ്റെ ഡ്രൈവർമാരൊക്കെ ഇവിടെ ക്ഷീണിച്ച് ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. നമ്മുടെ പച്ചക്കറിയും നമ്മുടെ വാഴയിലെ കായും ഒക്കെ എടുത്ത് അവർ ഭക്ഷണം ഉണ്ടാക്കി തയ്യാറാക്കി കഴിക്കാറുണ്ട് അവർ. വയലിൽ നിന്ന് ചൂട് പിടിക്കുമ്പോൾ കയറിയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ചിറ. വാഴ അച്ഛൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വാഴയാണ്. ഒരു തണലിന് വേണ്ടി വന്ന് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ല കാറ്റും തണലും ഒക്കെ ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ചിറ. കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ വന്ന് നെല്ല് മില്ലുകാർ വന്ന് എടുത്തുകൊണ്ട് പോകില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ നെല്ല് ചുമക്കുന്നവരും നെല്ല് അളക്കുന്നവരും എല്ലാവരും തന്നെ നമ്മുടെ പാടത്ത് വരുന്നതാണ്. കർഷകൻ്റെ മനസ്സിൽ ഇതൊരു സമാധാനത്തിൻ്റെ സമയമാണ് കേട്ടോ. കർഷകരെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങളുടെ അച്ഛനെ സംബന്ധിച്ച് കൊയ്ത്തെല്ലാം കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെ വരും. ഈ പ്രാവശ്യത്തെ കൊയ്ത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മഴ നമ്മളെ ചതിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴ വന്ന് ഒരുപാട് വീണു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മനസ്സിന് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ വർഷം നമ്മളെ മഴ ചതിച്ചിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ചുമട്ടുതൊഴിലാളി ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ചാക്കിനകത്തും നെല്ലെല്ലാം കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന് മെഷീൻ വഴി എത്ര കിൻഡലുണ്ട് എന്ന് പറഞ്ഞ് അളന്നെടുത്ത് നമ്മുടെ വള്ളത്തിലാണ് കേട്ടോ. നമ്മൾ കായലിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. ഈ നെല്ലും ചാക്കുകളൊക്കെ ഇവർ തലയിലെടുത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വള്ളമുണ്ട്, അവിടെ വള്ളം വന്ന് കിടക്കും. വള്ളത്തിൽ കയറ്റി മില്ലുകളിലേക്ക് അയക്കുന്ന യാത്രയാണ് നമ്മളിനി കാണാൻ പോകുന്ന കാഴ്ച. വയലിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്കുള്ള വഴിയിലേക്ക് കിടക്കുകയാണ് അല്ലേ. ഒരു ചെറിയ ധാന്യത്തിൻ്റെ യാത്ര കർഷകൻ്റെ കൈകളിൽ നിന്ന് നമ്മുടെ ഭക്ഷണപാത്രത്തിലേക്ക്. ഇതൊരു സാധാരണ കാഴ്ചയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.